നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയ്ക്ക് മുന്നിലാണ്. അപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ളൊരു ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. അപ്പം ഇവിടെ UDF LDF അതോ BJPക്കാണോ ചാൻസ് കൂടുതലെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഈ കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നവും പിന്നെ LDF നല്ലൊരു സ്ഥാനാർത്ഥി ഇല്ലാത്തതിനും കുറവ് BJP ഇപ്രാവശ്യം തരും. കാരണം എല്ലാവരും ഈ കാര്യത്തിൽ കള്ളന്മാരനെയാണ്, എല്ലാ രാഷ്ട്രീയക്കാരും. അത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ആരും വന്നില്ല, എല്ലാവരും കള്ളന്മാരനെയാണ്. സാധാരണക്കാരനെ ചൂഷണം ചെയ്യാന്നുള്ളതാണല്ലോ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. കാരണം ഇവിടെ നേതാക്കന്മാർ വരുമ്പോൾ ഈ എളിമയെ മറന്നുകൊണ്ട് അവരോട് മോശമായിട്ട് പെരുമാറണം. ഈ എളിമയുള്ള കാരണങ്ങളെ ചൂഷണം ചെയ്യണത്. ആ എളിമയില്ലാതെ ശരിക്കും അവരെ മുഖത്തടിച്ച പോലെയുള്ള കാര്യങ്ങൾ പറയണം, മോശമാക്കി വിടണം. ഭരണം ഉറപ്പാണ്. BJPക്ക് ഒരു ചാൻസും ഇല്ല, പിടിക്കൂല. BJPക്ക് ഒരു ചാൻസും ഇല്ല. കാരണം അവർക്ക് അവൻ്റെ കാര്യം മാത്രം നോക്കാനുള്ള ഇതാണ് അവൻ്റെ ഇത്. നേരത്തെ MLA രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി എന്താ പറയുക? ചീപ്പ്, വളരെ ചീപ്പ്. ഈ പാർട്ടിന്ന് ആ പാർട്ടിക്ക് പെട്ടെന്ന് മാറുകയാണ്. രാത്രി 12 മണി കഴിഞ്ഞാൽ അവർ വേറെ പാർട്ടി പോയിട്ട് സ്ഥാനാർത്ഥി ആകുകയാണ്. ആര് ജയിക്കും? ശോഭാ സുരേന്ദ്രൻ ജയിക്കും. BJP ജയിക്കും. അതിലൊന്നും ചാൻസ് ഇല്ല. UDF ഒരു ചാൻസും ഇല്ല. അവർക്കൊന്നും ചാൻസ് ഇല്ല. അവർ തമ്മിൽ നേരമില്ല, അതിനല്ലേ നേരമുള്ളൂ. പിന്നെ അവിടെ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 വർഷം കുഴപ്പമില്ലായിരുന്നു, പിന്നീടുള്ള 5 വർഷം മഹാ പോക്കണം. നിങ്ങളുടെ നേരത്തെ MLA രാഹുൽ മാങ്കൂട്ടത്തിനെ അതിനൊക്കെ എന്ത് പറയാനുള്ളത്? അതൊക്കെ പോക്ക് കേസായില്ല. ഇനി എന്ത് പറയണത്? നിയമസഭാ ഇലക്ഷൻ വരാൻ പോവാ. പാലക്കാട് ആർക്കാണ് ചാൻസ്? ആര് വന്നാലും വലിയ ഗുണമൊന്നുമില്ല. കാരണം എന്താ പറയുക, മെഡിക്കൽ കോളേജ് ഈ കാലം അത്രയും ഇവിടെ ഭരിച്ചവരാരും തന്നെ അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല, അതിനെക്കുറിച്ച് ഒരു കാര്യം ചെയ്യാനും ശ്രമിക്കില്ല. എല്ലാവരും സാധാരണക്കാരനെ ചൂഷണം ചെയ്യാമെന്നല്ല, അതിൽ വേറെ നമ്മളൊന്നും നോക്കുമ്പോൾ കാണാനൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഒരാൾ ഭരിച്ചു വേറെ ആൾ എതിർക്കുക പരിപാടി മെഡിക്കൽ കോളേജിന് വേണ്ടി ഞാൻ ഇതുവരെ കണ്ടില്ല. കാരണം എല്ലാവരും ഈ കാര്യത്തിൽ കള്ളന്മാരനെയാണ്, എല്ലാ രാഷ്ട്രീയക്കാരും. അത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ആരും വന്നില്ല, എല്ലാവരും കള്ളന്മാരനെയാണ്. സാധാരണക്കാരനെ ചൂഷണം ചെയ്യാന്നുള്ളതാണല്ലോ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. ഇപ്പം അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ അത് ശരിയാക്കുമല്ലോ. ഇപ്പോൾ വേറെ വല്ല താജ്മഹലൊന്നും അല്ലല്ലോ കെട്ടുന്നത്. ഈ മെഡിക്കൽ കോളേജ് തന്നെയല്ലേ, വേറെ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഈ ഒരു 5 കൊല്ലം കൊണ്ട് ഒരു 50 കെട്ടിട്ടുണ്ട്. ഇവിടെ 20 കൊല്ലമായില്ലേ ഇപ്പോൾ. എന്നിട്ട് ഈ മെഡിക്കൽ കോളേജ് പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏത് പാർട്ടിക്കാരും ആയിക്കോട്ടെ, അവർ സാധാരണക്കാരനെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പാലക്കാട്ടുകാരനെ സംബന്ധിച്ച് പാലക്കാട്ടുകാരുടെ എളിമ, ആ എളിമ ശരിക്കും ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. അത് പ്രത്യേകിച്ച് എടുത്തു പറയും നമ്മൾ. ആ എളിമ ഇല്ലാണ്ടിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ നേതാക്കന്മാർ വരുമ്പോൾ ഈ എളിമയെ മറന്നുകൊണ്ട് അവരോട് മോശമായിട്ട് പെരുമാറണം. ഈ എളിമയുള്ള കാരണങ്ങളെ ചൂഷണം ചെയ്യണത്. ആ എളിമയില്ലാതെ ശരിക്കും അവരെ മുഖത്തടിച്ച പോലെയുള്ള കാര്യങ്ങൾ പറയണം, മോശമാക്കി വിടണം. എന്നാലേ ഇവർക്ക് പഠിക്കുകയുള്ളൂ. നല്ല, വളരെ നല്ല ഭരണം. തീർച്ചയായും പിണറായി വിജയൻ തന്നെ ആയിരിക്കും ഭരിക്കുക. BJPക്ക് എന്തെങ്കിലും ചാൻസ്? ഒരു ചാൻസും ഇല്ല, ഒരു വരത്തില്ല. പാലക്കാട് നോക്കണ്ട. ഇവിടെ റസാഖിക്ക് തന്നെ ആയിരിക്കും ചാൻസ് ഉണ്ടാവും. ഇല്ല, അവർക്കൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട്. കാരണം പിഷാരടി പാലക്കാടുകാരനാണെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പാലക്കാടിൻ്റെ പൾസ് അറിയുന്ന റസാഖിക്കിൻ്റെ അത്രയ്ക്കൊന്നും വരില്ലല്ലോ. പിന്നെ അവർ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരാണ്, ഇവർ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് റസാഖിക്ക് തന്നെ ആയിരിക്കും ചാൻസ് ഉണ്ടാവുക. BJPക്ക് കേരളത്തിൽ എന്തെങ്കിലും ചാൻസ് ഇല്ല ബ്രോ, അതൊന്നും അങ്ങനെ ഒരു കേരളത്തിലെ ആളുകൾക്ക് അങ്ങനെ അത്രയ്ക്ക് ബുദ്ധിമോശം ഉണ്ടാകുന്ന ഒരു ടൈമിൽ ചിലപ്പോൾ വേണമെങ്കിൽ ചാൻസ് ഉണ്ടാവും, അത്രയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ആ ഭരണം എങ്ങനെയാണ്? അത് നമുക്ക് പറയണ്ടല്ലോ. 10 വർഷം ഭരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ. 10 വർഷം ഒരു പാർട്ടി ഇവിടെ ഭരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രയും ബെറ്റർ ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അടുത്ത ഭരണവും അവർ തന്നെ എടുക്കും. തീർച്ചയായും തുടർ ഭരണം തീർച്ചയായും വേണം. അതങ്ങനെ തന്നെ ആയിരിക്കും, ജനവിധി അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ശോഭാ സുരേന്ദ്രൻ ചാൻസ് കാണുന്നുണ്ട്. BJPക്ക് ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്, ചാൻസ് ഉണ്ട്. രമേശ് പിഷാരടി പോരാ. റസാഖിന് ഞാൻ CPM വരണം, പക്ഷെ എന്നാലും പോരാ. ആ സ്ഥാനത്ത് എത്ര പരിചയമല്ലേ? അത് ഭരണം ഉറപ്പാണ്. അതിൽ 1-2 സീറ്റ് ചാൻസ് ഉണ്ട്. ഇടതുപക്ഷത്തിന് തന്നെ. ഇടതുപക്ഷത്തിന് 10 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഭരണം എങ്ങനെയുണ്ട്? ഭരണം കുഴപ്പമില്ല. തുടർ ഭരണം വേണമെന്നാണ് ആഗ്രഹം. BJPക്ക് കേരളത്തിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? BJPക്ക് ഒരു ചാൻസും ഇല്ല, പിടിക്കൂല. BJPക്ക് ഒരു ചാൻസും ഇല്ല.
കാരണം അവർക്ക് അവൻ്റെ കാര്യം മാത്രം നോക്കാനുള്ള ഇതാണ് അവൻ്റെ ഇത്. ഇടതുപക്ഷം അതല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് മൂന്നാം പ്രാവശ്യം ഇടതുപക്ഷം വരും. തുടർഭരണം ഉണ്ടാവും. ഉറപ്പല്ല. BJP അതാണ് പ്രതീക്ഷ. ഇപ്പോൾ വാക്ക് ജനം തീരുമാനിക്കട്ടെ. ഇപ്പോഴത്തെ അന്തരീക്ഷം നോക്കുമ്പോൾ അങ്ങനെയാണ്. നിലവിലെ പിണറായി വിജയൻ സർക്കാർ എങ്ങനെയുണ്ട്? നല്ലതാണോ ചീത്തയാണോ? തെറ്റ് പറയാനില്ല. തെറ്റൊന്നും പറയാം, ഭരണം തെറ്റൊന്നും പറയാനില്ല. നേരത്തെ MLA രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി എന്താ പറയുക? ചീപ്പ്, വളരെ ചീപ്പ്. അത് എവിടേക്കും കൊള്ളില്ല. പാലക്കാട് ജനങ്ങളെ ചതിച്ചു. തീർച്ചയായും അങ്ങനെയുള്ള ഒരാളെ രാഷ്ട്രീയത്തിൻ്റെ ജനങ്ങൾക്ക് രാഷ്ട്രീയ നേതാവ് ജനങ്ങൾക്ക് നല്ല മാതൃക കാണിച്ചു. അവരാണ് നേതാവ്. ഇതെന്ത് മാതൃകയാണ്? മാനം കെട്ട രാഷ്ട്രീയം. അങ്ങനെയുള്ളവരെ അടുപ്പിക്കാനേ പാടില്ല. ഇപ്പൊ 10 വർഷമായല്ലോ ഭരിക്കുന്നത്. എങ്ങനെയുണ്ട് ഭരണം? നല്ലതാണോ ചീത്തയാണോ? ഒന്നും പറയാനില്ല. പകുതി പറഞ്ഞാലും പകുതി എത്തിയോ. ചേട്ടൻ എന്താ പറയുക? ഇലക്ഷൻ വരുവാണല്ലോ, പാലക്കാട് ആരായിരിക്കും ജയിക്കുക? BJPക്ക് ചാൻസ് ഉണ്ടോ? ആയില്ലല്ലോ. നോമിനേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ പോക്കൊക്കെ നോക്കിയിട്ടില്ല പറയാൻ പറ്റും. ഇപ്പോൾ പുതിയ സ്ഥാനാർത്ഥികൾ പെട്ടെന്ന് വന്നു. LDFന്റെ പുതിയ ഒരാൾ, മറ്റേ ആൾ സിനിമയിൽ നിന്ന് പെട്ടെന്ന് വന്നു. ഇതിൻ്റെയൊക്കെ ഒന്ന് ജനങ്ങളെ അറിയട്ടെ. ശോഭാ സുരേന്ദ്രനോ BJPയുടെ? അതിപ്പോൾ 2 ട്രിപ്പ് ഇവിടുന്ന് ജയിച്ചു, ഇവിടെ നിന്ന് പോയതാണ്. ജയിക്കാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ നോക്കണം. ജനങ്ങളിവിടെ മാറി. 18 വയസ്സായ കുട്ടികൾക്ക് നിറയെ വോട്ടുണ്ട്, വനിതകൾക്കുണ്ട്. ഇവരെവിടെ തിരിയണമെന്ന് അറിയണ്ടേ? ഇപ്പോൾ രാഷ്ട്രീയം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇതിൽ നിൽക്കുമ്പോൾ നാളെ വേറെ പാർട്ടി പോകണം, ടിക്കറ്റ് കൊടുക്കുക. അപ്പോൾ പാർട്ടി പ്രവർത്തിച്ചിട്ട് വന്നവരാണെങ്കിൽ നമുക്ക് പറയാം. ഈ പാർട്ടിയിൽ നിന്ന് ആ പാർട്ടിക്ക് പെട്ടെന്ന് മാറുകയാണ്. രാത്രി 12 മണി കഴിഞ്ഞാൽ അവർ വേറെ പാർട്ടി പോയിട്ട് സ്ഥാനാർത്ഥി ആകുകയാണ്. അതുകൊണ്ട് അതിൻ്റെ നിലപാട് എങ്ങനെയാണെന്ന് അറിയാനല്ലേ പറയാൻ പറ്റും. അപ്പോൾ ഈ 10 വർഷം പിണറായി വിജയൻ സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഭരണം എങ്ങനെയുണ്ട്? 10 വർഷം പറഞ്ഞാൽ അയാൾ കയറുമ്പോൾ 600 രൂപ പെൻഷനായിരുന്നാണ്. 61 ലക്ഷം ആൾക്ക് ഇപ്പോൾ 2000 രൂപ പെൻഷൻ കൊടുക്കണം. അതിൻ്റെ കാര്യമായിട്ട് നോക്കുമ്പോൾ അത് നല്ലൊരാളാണ് എന്ന് പറയും. മറ്റുള്ള ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ബാക്കി ഇങ്ങനെ ഒരു തുടർഭരണം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ പറയില്ല. അയാളുടെ ഭരണത്തിനെ പറ്റി പറയാം. പിന്നെ ഒരു വലിയ കുഴപ്പം കേരളത്തിൽ 10 കൊല്ലം വരെ ഇല്ല. പെൻഷൻകാർക്ക് പെൻഷൻ വയസ്സായവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഇതുവരെ ബാലൻസ് ഒന്നുമില്ല. നമുക്ക് ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മുടങ്ങിയ പെൻഷനൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 2000 രൂപ കഴിഞ്ഞ മാസം ഒരു വാങ്ങണമുണ്ട്. നിയമസഭാ ഇലക്ഷൻ വരുവാണല്ലോ. അപ്പോൾ പാലക്കാട് ആരായിരിക്കും ജയിക്കാൻ ചാൻസ്? ആര് ജയിക്കും? ശോഭാ സുരേന്ദ്രൻ ജയിക്കും. ശോഭാ സുരേന്ദ്രൻ BJP ജയിക്കും. അതിലൊന്നും ചാൻസ് ഇല്ല. UDF ഒരു ചാൻസും ഇല്ല. അവർക്കൊന്നും ചാൻസ് ഇല്ല. അവർ തമ്മിൽ തല്ലാനും നേരമില്ല. അതിനല്ലേ നേരമുള്ളൂ. പിന്നെ അവിടെ നിലവിലെ പിണറായി വിജയൻ 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാർ എങ്ങനെയാണ്? അതിനെക്കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഇവിടെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ജയിക്കും. നിങ്ങളുടെ നേരത്തെ MLA രാഹുൽ മാങ്കൂട്ടത്തിനെ അതിനൊക്കെ എന്ത് പറയാനുള്ളത്? അതൊക്കെ പോക്ക് കേസായില്ല. ഇനി എന്ത് പറയണത്? ഞാൻ ഊരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. 10 വർഷത്തെ ഭരണം എങ്ങനെയുണ്ട്? ഒന്നിൻ്റെ ക്ഷീണം മാറിയില്ല. ഇപ്പോഴും ഒന്ന് പറഞ്ഞ ക്ഷീണമേ മാറിയില്ല. പാലക്കാട് ആരായിരിക്കും ജയിക്കാൻ ചാൻസ്? BJP ശോഭാ സുരേന്ദ്രൻ. UDF ഒരു ചാൻസ് ഇല്ല. ഈ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ MLA? നല്ല MLA ആണ്. പാലക്കാട് BJPക്കായിരിക്കും. ശോഭാ സുരേന്ദ്രൻ ഒരു ശക്തമായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതായതെന്നാണ്. ഈ പ്രാവശ്യം എന്തായാലും ഈ കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നവും പിന്നെ LDFന് നല്ലൊരു സ്ഥാനാർത്ഥി ഇല്ലാത്തതിനും കുറവ് BJP ഈ പ്രാവശ്യം വരും. ശോഭാ സുരേന്ദ്രൻ വരും. നല്ല ഭരണമാണ്. കുഴപ്പമില്ല. ഭരണം വലിയ കുഴപ്പമില്ല. പെൻഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല ആര് വരുമെന്നുള്ളത്. ത്രികോണ മത്സരമാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരാളെയും പറയാൻ പറ്റത്തില്ല. അതാണ്. ഭരണം നല്ല ഭരണമാണ്. LDFന് വരിക ആഗ്രഹമല്ല, വരുന്നത് BJPക്ക് ഒരു 10 സീറ്റോളം കിട്ടും. 10 സീറ്റ് കിട്ടും. UDF ഒന്നും പോരാ. പിണറായി വിജയൻ കമ്പയർ ചെയ്യുമ്പോൾ UDF ഒന്നും പോരാ. UDFന് നല്ലൊരു നേതാവില്ല എന്നുള്ള കാര്യം ഇപ്പം തന്നെ നമ്മൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഇത്ര ദിവസമായിട്ട് ഒരു സ്ഥാനാർത്ഥിനെ കാര്യമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റിയില്ല. അതുമാത്രമല്ലാണ്ട് ഇപ്പോൾ കണ്ണൂരിലെ സുധാകരൻ്റെ കാര്യം
അവർ മൂപ്പർ പുറത്തു പോയതാണല്ലോ. വീണ്ടും ഈ സമയത്ത് പുറത്തു പോയി പറഞ്ഞാൽ അവരുടെ പാർട്ടിക്ക് ക്ഷീണം വരും പറഞ്ഞിട്ട് വീണ്ടും അകത്താക്കി. അപ്പോൾ അവർക്ക് നല്ലൊരു ഇതില്ല എന്നുള്ള കാര്യം കൺഫേം തന്നെയാണ്. പാലക്കാട് സംബന്ധിച്ചോളം സാഫിയുടെ ഒരു ഇതുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ. ഈ പ്രാവശ്യം എന്തായാലും ഇവിടെയുള്ള ജനങ്ങൾ പൊരുതിമുട്ടിയിരിക്കും. രാഹുൽ മാഡത്തിനൊക്കെ വിചാരണമൊന്നും കാര്യമില്ല. ഇവിടെ ശോഭാ സുരേന്ദ്രൻ അവർ എവിടെ പോയി നിന്നാലും വോട്ട് പിടിക്കുന്നതായിരുന്നു. പാലക്കാട് ഈ 2ാം സ്ഥാനം എത്തിച്ചത് ശോഭാ സുരേന്ദ്രനായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും ശോഭ ചേച്ചിയായിരിക്കും ജയിക്കുക. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് സാധ്യത കൂടുതൽ. ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാകാനാണ് സാധ്യത. ആരായാലും പാലക്കാട് വികസനത്തിന് ഉപകരിക്കട്ടെ. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാർ എങ്ങനെയുണ്ട് ഭരണം? പോരായ്മകൾ ഏത് ഭരണം വന്നാലും ഉണ്ടാവാറുണ്ട്. അത് പരിഹരിക്കണമല്ലോ. അതിനാണല്ലോ അടുത്ത ഇലക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മേ ബി അതുകൊണ്ട് ഇനി അടുത്ത ഇലക്ഷനിൽ മാറ്റം വരികയാണെങ്കിൽ നല്ലത് സംഭവിക്കട്ടെ. നിങ്ങളുടെ MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി എന്താ അഭിപ്രായം? MLA പാലക്കാട് MLA ആണ്. ഞങ്ങളുടെ MLA എന്ന് പറയുന്നതിനോട് ഇപ്പം പ്രസൻറ്റ് കണ്ടീഷൻ ഉണ്ടായിരുന്ന ഒരുപാട് സിറ്റുവേഷൻ നരേഷനൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയമാണ്. അതൊന്നും പൊളിറ്റിക്സിനെ ബാധിക്കാതെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിത്തീരട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാലക്കാട് ചാൻസ് പ്രാവശ്യം ശോഭ ചേച്ചിക്കാണ് കാണുന്നത്. ശോഭ പിടിക്കും. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പ്രാവശ്യം ഉണ്ടാവില്ല. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെ അതെ ഈ 10 വർഷം ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരായിരുന്നു. അതെ, എങ്ങനെയുണ്ട്? 10 വർഷത്തെ ഭരണം ജനകീയ ഭരണമായിരുന്നു. അതിന് തർക്കമൊന്നുമില്ല. പാലക്കാട് നിയമസഭയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു നിലപാട് BJPക്ക് അനുകൂലമാണ്. പരിസര പഞ്ചായത്തുകളും കഴിഞ്ഞ ഇലക്ഷനെ വിലയിരുത്തി നോക്കുമ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥി കൂടിയാണ് ശോഭ ചേച്ചി. അതുകൊണ്ട് ശോഭയ്ക്ക് കിട്ടാനാണ് സാധ്യത. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ ജയിക്കാൻ സാധ്യത പിടിക്കും പാലക്കാട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നല്ലോ നേരത്തെ MLA. അതെ. രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? അതേക്കുറിച്ചൊന്നും പറയാനില്ല. ഈ നിലവിൽ 10 വർഷമായിട്ട് LDF ഗവൺമെൻറ് പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണം എങ്ങനെയുണ്ട്? LDF ഗവൺമെൻറ്റിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 വർഷം കുഴപ്പമില്ലായിരുന്നു. പിന്നീടുള്ള 5 വർഷം പോക്കണം. ശരിയായിട്ടില്ല. ഇല്ല. പാലക്കാട് അപ്പോൾ എന്തായാലും ശോഭാ സുരേന്ദ്രൻ തന്നെ ഉറപ്പ്. ശോഭാ സുരേന്ദ്രൻ CPMൻ്റെ LDF പിടിക്കും. പാലക്കാട് പിടിക്കും വിചാരിക്കണം. 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണം എങ്ങനെയുണ്ടായിരുന്നു? നല്ല സൂപ്പർ ഭരണമായിരുന്നു. ഇനിയും പിണറായി വിജയൻ സർക്കാരിനെ തുടരണമെന്നാണ്. BJPക്ക് കേരളത്തിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? BJPക്ക് ഇവിടെ 1-2 സീറ്റ് കിട്ടുമാറിയില്ല. ശോഭാ സുരേന്ദ്രന് പാലക്കാടൊപ്പം എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അറിയില്ല. ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല.